ഇത് അഹദല്ലാഹു അള്ളാഹു വാങ്ങിയ സന്ദർഭം എനിക്ക് കാണിക്കാൻ പറ്റില്ലേ? മീസാഖൻ നബിയിൽ പ്രവാചകന്മാർ ഉറപ്പ് വാങ്ങിയ സന്ദർഭം. ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, അവർക്ക് ലമാ ആതൈതുക്കും നാം നിങ്ങൾക്ക് നൽകി മിൻ കിതാബിൻ വഹിക്മ വേദഗ്രന്ഥവും തത്വജ്ഞാനവും. സുമ്മ ജാഅക്കും പിന്നെ നിങ്ങളുടെ അടുക്കൽ വന്നു റസൂലൻ ഒരു ദൂതൻ മുസദ്ദിഖുൽ ലിമാ മഅക്കും നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടൊരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ലതുഅ്മിനുന്ന ബിഹി അദ്ദേഹത്തെ നിങ്ങൾ വിശ്വസിക്കണം, വലതൻസുറുന്നഹു അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുകയും വേണം. ഖാല അപ്പോൾ അല്ലാഹു ചോദിച്ചു അഅഖറർതും നിങ്ങൾ അംഗീകരിച്ചോ, വഅഖദ്തും നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തുവോ, അലാ ദാലിക്കും അതനുസരിച്ച് ഇസ്രി എന്നോടുള്ള ഉത്തരവാദിത്വം, എന്നോടുള്ള ബാധ്യത, എന്നോടുള്ള ഭാരം നിങ്ങൾ ഏറ്റെടുത്തോ. ഖാലു അവര് പറഞ്ഞു അഖ്റർനാ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഖാല അപ്പോൾ അല്ലാഹു പറഞ്ഞു ഫഷ്ഹദു എങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, വഅനമാക്കും ഞാനും നിങ്ങളോടൊപ്പം മിനശ്ശാഹിദീൻ സാക്ഷികളിൽ പെട്ടവനാണ്. ഒന്നും കൂടി അർത്ഥം പറയാം, ശ്രദ്ധിച്ചു നോക്കുക, പറ്റുമെങ്കിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കുക. ഇത് അഹദല്ലാഹു അള്ളാഹു വാങ്ങിയ സന്ദർഭം. മീസാഖൻ നബിയീൻ നബിമാരുടെ കരാർ. ലമാ ആതൈതുക്കും ഞാൻ നിങ്ങൾക്ക് നൽകി മിൻ കിതാബിൻ വഹിക്മ എന്നാൽ ലമാ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയതിനാൽ മിൻ കിതാബിൻ വേദഗ്രന്ഥമായും വഹിക്മത്തിൻ തത്വജ്ഞാനമായും നാം നിങ്ങൾക്ക് നൽകിയതിനാൽ സുമ്മ ജാഅക്കും പിന്നെ നിങ്ങളുടെ അടുക്കൽ വന്നു റസൂലുൻ ഒരു ദൂതൻ മുസദ്ദിഖുൽ ലിമാ മഅക്കും നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടൊരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ലതുഅ്മിനുന്ന ബിഹി അദ്ദേഹത്തെ നിങ്ങൾ വിശ്വസിക്കണം, തൻസുറുന്നഹു അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുകയും വേണം. ഖാല അപ്പോൾ അല്ലാഹു ചോദിച്ചു അഅഖ്റർതും നിങ്ങൾ അംഗീകരിച്ചോ, വഅഖദ്തും നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തോ, അലാ ദാലിക്കും അതനുസരിച്ച് ഇസ്രി എന്നോടുള്ള ബാധ്യത ഏറ്റെടുത്തോ. ഖാലു അപ്പോൾ അവര് പറഞ്ഞു അഖ്റർനാ ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു. ഖാല അപ്പോൾ അല്ലാഹു പറഞ്ഞു ഫഷ്ഹദു എന്നാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, വഅന്നാ മഅക്കും ഞാൻ നിങ്ങളോടൊപ്പം, വഅന്നാ മഅക്കും ഞാനും നിങ്ങളോടൊപ്പം മിനശ്ശാഹിദീൻ സാക്ഷികളിൽ പെട്ടവനാണ്. ഈ ആയത്ത് വഅനമാക്കും ഞാനും നിങ്ങളോടൊപ്പം മിനശ്ശാഹിദീൻ സാക്ഷികളിൽ പെട്ടവനാണ്. അതായത് ടെൻഷനൊക്കെ മാറ്റിയിട്ട് ശ്രദ്ധയിൽ വെക്കുക. യൂട്യൂബ് ആക്റ്റീവ് അല്ല എന്ന് പറയുന്നുണ്ട് അള്ളാഹു കാലം. എന്തായാലും ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമൂഹങ്ങളിലേക്കും എല്ലാ കാലഘട്ടത്തിലേക്കും അമ്പിയാക്കന്മാരെ അയച്ചിട്ടുണ്ട്. അല്ലാഹു തആല അയച്ച അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിച്ച ഇസ്ലാം അടിസ്ഥാനപരമായി ഒന്നാണ്. എല്ലാ പ്രവാചകന്മാരും പരസ്പരം അംഗീകരിക്കപ്പെടുന്നവരുമാണ്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ എല്ലാ അമ്പിയാക്കന്മാരെയും അംഗീകരിക്കണമെന്നാണ് ഇസ്ലാം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. കാരണം അവരൊക്കെ മഹാന്മാരായ അമ്പിയാക്കന്മാരാണ്. ഒരു ആദം നബി അലൈഹി സ്വലാം ഒരു കാലഘട്ടത്തേക്ക്, ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഒരു ലോകത്തേക്ക് വന്ന പ്രവാചകനാണ്. എല്ലാ കാലഘട്ടത്തേക്കും എല്ലാ പ്രദേശത്തേക്കും കൂടി വന്ന പ്രവാചകൻ എന്ന് പറയുന്നത് ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ,
മുഴുവൻ മനുഷ്യർക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടല്ലാതെ താങ്കൾ അയച്ചിട്ടില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമായിട്ടാണ് പ്രവാചകനെ അള്ളാഹു തആല അയച്ചിരിക്കുന്നത്. ലാ നബിയ്യ ബഅദി, നബിക്ക് ശേഷം റസൂലുള്ളാഹിക്ക് ശേഷം വേറൊരു നബി വരാനില്ല. ഖാത്തമുൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കന്മാരെ അയക്കുമ്പോഴും അവരിൽ നിന്നൊക്കെ ഒരു കരാറിനെ വാങ്ങിയിരുന്നു. ആ കരാർ എന്താണെന്ന് പറഞ്ഞാൽ, തങ്ങളെ പക്കലുള്ള വേദഗ്രന്ഥം, മിക്കവാറും പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങളുണ്ട്, ഇല്ലാത്തവർക്ക് മുൻകാല വേദഗ്രന്ഥങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് കൊടുത്തു, പിന്നീട് വന്ന കുറെ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥം ആ തൗറാത്ത് തന്നെയാണ്. എല്ലാ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥം അയച്ചതായിട്ട് ഖുർആനിൽ നിന്ന് വ്യക്തമല്ല. അപ്പോ ചിലപ്പോ ഒന്നിൽ കൂടുതൽ പ്രവാചകന്മാരെ ഒരു സമൂഹത്തിലേക്ക് അയക്കും, തുടർച്ചയായി പ്രവാചകന്മാരെ അയക്കും. ഇപ്പൊ യാസീൻ സൂറത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, മുദരിബുലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅൽ മുർസലൂൻ. പ്രവാചകന്മാരെ ഒരു ജനതയുടെ ഉദാഹരണം പറഞ്ഞിട്ട് അതിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു. ഇലൈഹി മുസ്ലിനൈനി ഫകദ്ദബൂഹുമാ ഫഅസ്ദനാ ബിസാലിസ് ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. രണ്ട് പ്രവാചകന്മാരെ അയച്ചു. ആ രണ്ട് പ്രവാചകന്മാരെ ജനത നിഷേധിച്ചപ്പോൾ അള്ളാഹു തആല മൂന്നാമതൊരു പ്രവാചകനെ അയച്ചുകൊണ്ട് പ്രവാചക സംഘത്തെ ബലപ്പെടുത്തി. മൂന്ന് പേരും കൂടി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവിടെ കൃത്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉദാഹരണത്തിൽ വളരെ വ്യക്തം. ഒരു പ്രദേശത്തേക്ക് തന്നെ അള്ളാഹു തആല മൂന്ന് പ്രവാചകന്മാരെ ഒന്നിച്ചയക്കുകയാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനൊക്കെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രവാചകനാണ്. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമും പ്രവാചകന്മാരാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പുത്രൻ യാക്കൂബ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പുത്രൻ യൂസുഫ് നബി അലൈഹി സ്വലാം, ഇവരൊക്കെ പ്രവാചകരാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമും പുത്രൻ സുലൈമാൻ നബി അലൈഹി സ്വലാമും പ്രവാചകരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രവാചകനായിരിക്കെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാം മറ്റൊരു പ്രദേശത്ത് പ്രവാചകനായിരുന്നു. ഇപ്പോ വിവിധ പ്രദേശങ്ങളിലേക്ക്, വിവിധ കാലഘട്ടങ്ങളിലേക്ക് അള്ളാഹു തആല പ്രവാചകന്മാരെ അയച്ചിരുന്നു. എല്ലാ പ്രവാചകന്മാരെയും പരസ്പരം ഒരു കണ്ണിയുടെ ഭാഗമാണ്. പക്ഷെ ഒരു പ്രവാചകനെ അയച്ചിട്ട് അദ്ദേഹത്തിന് ശേഷം മറ്റൊരു പ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകനെ അംഗീകരിക്കണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിച്ച നിർദ്ദേശം. ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും. നിങ്ങളോടൊപ്പമുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പ്രവാചകൻ കടന്നു വരുമ്പോൾ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, അദ്ദേഹത്തിൽ വിശ്വസിക്കണം, അദ്ദേഹത്തെ സഹായിക്കണം എന്ന കരാറാണ് കൊടുത്തത്. ഇപ്പോ മൂസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിച്ച ഒരു ജനതയ്ക്ക് ശേഷം പിന്നീട് ഒരു പ്രവാചകൻ മുമ്പ് ഈസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കണം. ഇത് ഈസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രവാചകനെ അംഗീകരിക്കണം എന്ന് ആ പ്രവാചകൻ മാത്രമല്ല, ആ പ്രവാചകന്മാരോട് കരാറ് വാങ്ങിയ സ്ഥിതിക്ക് പ്രവാചകന്മാരുടെ സന്ദേശം ഉൾക്കൊണ്ട ജനതയും എന്ത് ചെയ്യണം? അടുത്ത പ്രവാചകനെ അംഗീകരിക്കണം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് അള്ളാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്, ഇനി വരുന്ന പ്രവാചകന്മാരെ അംഗീകരിക്കണമെന്ന്. സ്വാഭാവികമായും മൂസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിച്ച ജനത എന്ത് ചെയ്യണം? അതിനുശേഷം അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ട് ഒരു പ്രവാചകൻ കടന്നു വന്നാൽ ആ പ്രവാചകനെ അംഗീകരിക്കണം. ആ പ്രവാചകൻ ഉണ്ടായത് മൂസാ നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ അനുയായികൾ പിന്നീട് വന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിച്ചില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളോ പിന്നീട് വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അംഗീകരിച്ചില്ല. യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനത പിന്നീട് വന്ന ഈസാ നബി അലൈഹി സ്വലാമിനെയും, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനത പിന്നീട് വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും അംഗീകരിക്കേണ്ടതായിരുന്നു. കാരണം ഇത് അമ്പിയാക്കന്മാരിൽ നിന്ന് അള്ളാഹു തആല പ്രത്യേകം മേടിച്ച കരാറാണ്. അത് അവരുടെ വേദഗ്രന്ഥത്തിൽ വ്യക്തമാണ്. ഉദാഹരണത്തിന് തൗറാത്തിലും ബൈബിളിലും ഒക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ന് പറയുന്ന പ്രവാചകന്റെ വരവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി ആ കാര്യം അള്ളാഹു വളരെ വ്യക്തതയുള്ള രൂപത്തിൽ, വളരെ വ്യക്തതയുള്ള രൂപത്തിൽ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല,
ആ കാലഘട്ടത്തിലെ യഹൂദന്മാരും നസാറാക്കളൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പോലെ ഒരു പ്രവാചകൻ വരുന്നതിനെ കാത്തിരുന്നവരായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വഹി ലഭിച്ചപ്പോൾ വറക്കത്ത് ബിൻ ഔഫിന്റെ അടുത്ത് ചെന്നപ്പോൾ ഇതൊരു പ്രവാചകന്റെ ലക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കൽ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒരു വിദേശ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ നിന്നൊരു പുരോഹിതൻ പുറത്തിറങ്ങിയിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, മക്ക ഭാഗത്ത് നിന്ന്, അറേബ്യൻ ഹൈജാസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരു പുതിയ പ്രവാചകൻ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വല്ല പ്രവാചകനും വന്നതായിട്ട് അറിവുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണ് തൽഹാ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം ആയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ പ്രവാചകനായി വന്ന വിവരം അദ്ദേഹത്തിന് അറിയാം. തൽഹാ റളിയല്ലാഹു അൻഹു നാട്ടിൽ തിരിച്ചു വന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിക്കുകയായിരുന്നു. യഹൂദന്മാര് യഥാർത്ഥത്തിൽ മദീനയിലേക്ക് ചേക്കേറിയത് തന്നെ എന്തിനാണ്? അറബ് ലോകത്തൊരു ഒരു പ്രവാചകൻ വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആ പ്രവാചകൻ തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ആകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് മദീന ഭാഗത്തേക്ക് യഹൂദന്മാർ കടന്നു വന്നത്. എന്ന് മാത്രമല്ല, പലപ്പോഴും അവർ പുതിയ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരുന്നു. മദീനയിലെ സാധാരണ അറബികളുമായി അവർ വഴക്കടിക്കുമ്പോൾ പറയും, നിങ്ങളൊക്കെ ശരിയാക്കി തരാം, ഞങ്ങളുടെ നബി വരാനുണ്ട്, ആ നബി വന്നാൽ നിങ്ങളൊക്കെ മേൽക്കൈ നേടും എന്നായിരുന്നു. ഇത് നിരന്തരം കേട്ടിരിക്കുന്ന മദീനക്കാരാണ് പിന്നീട് ഹജ്ജിന് വന്നപ്പോൾ അഖബ ഉടമ്പടിയുടെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവർ നേരിട്ട് കാണുന്നത്. ഉടനെ തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിക്കാൻ സന്നദ്ധമായത്. പക്ഷേ ഏതൊരു പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ടാണോ യഹൂദന്മാർ മദീനയിലേക്ക് ചേക്കേറിയത്, അവര് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചില്ല എന്നത് വേറെ കാര്യം. യഥാർത്ഥത്തിൽ അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅ്റൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹസ്സിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും മിസ്റഹും വൽ അഗ്ലാൽ അല്ലതീ കാനത് അലൈഹിം. അള്ളാഹുവിന്റെ റസൂലിനെ വളരെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന ഖുർആനിലെ ഒരു ആയത്താണ്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട നിരക്ഷരനായ പ്രവാചകൻ. അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നല്ലത് അനുവദിക്കുന്നു, മ്ലേച്ഛകാര്യങ്ങൾ വിലക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജനങ്ങളെ മറ്റു മതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് ഭാരങ്ങൾ, ഇവിടെ ഇസ്ര എന്ന് പറഞ്ഞു, ആ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു, അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ട് പൊട്ടിക്കുന്നു. അപ്പൊ തൗറാത്തിലും ഇൻജീലിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് പരാമർശമുണ്ട്. ഇതേപോലെ ഓരോ അമ്പിയാക്കന്മാരും തങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ വേദഗ്രന്ഥത്തിലൂടെയും അവർക്ക് നൽകിയ തത്വോപദേശങ്ങളിലൂടെയും ഒക്കെ അതാത് ജനതയെ ഉപദേശിച്ചിരുന്നു. അപ്പോ അഖബ ഉടമ്പടിയിൽ ജൂതന്മാരല്ല പങ്കെടുത്തത്, അഖബ ഉടമ്പടിയിൽ മദീനക്കാരാണ് പങ്കെടുത്തത്. മദീനക്കാർ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ജൂതന്മാർ പറയുന്ന പ്രവാചകനാണല്ലോ എന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അമ്പിയാക്കന്മാരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറ് വാങ്ങിയിരുന്നു, അടുത്ത നബി വന്നാൽ സ്വീകരിക്കണമെന്നത്, ആ നബിയിൽ വിശ്വസിക്കണം, ആ നബിയുടെ പ്രബോധനത്തെ അംഗീകരിക്കണം എന്ന് കരാറ് വാങ്ങിയിരുന്നു. വളരെ ശക്തമായിട്ടാണ് അതിന്റെ വിശദീകരണം നോക്കിയേ. അങ്ങനെ അവരോട് കൽപ്പിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു തആല ചോദിച്ചു, അഖ്റർതും വഅഖത്തും അലാ ദാലികും ഇസ്രി. നിങ്ങള് ഉറപ്പായും അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങളിത് അംഗീകരിക്കുകയും അതനുസരിച്ച് കരാർ നിങ്ങളുടെ ഒരു ബാധ്യതയായി ഏറ്റെടുക്കുകയും ചെയ്തോ? അമ്പിയാക്കന്മാരോട് ചോദിക്കാൻ. അഖ്റർത്തു, കരാർ എന്നുള്ള അറബി വാക്കിൽ നിന്നാണ് മലയാള കരാറും വന്നത്. അഖ്റർത്തും, നിങ്ങൾ കരാർ അലാ ദാലികും ഇസ്രി, നിങ്ങള് എന്നോടുള്ള ബാധ്യത അത് നിറവേറ്റുമെന്ന കരാർ നിങ്ങൾ ഏറ്റെടുത്തോ? അപ്പൊ അമ്പിയാക്കന്മാർ കൃത്യമായി തന്നെ പറഞ്ഞു, ഖാലു അഖ്റർനാ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇത്രയും കൃത്യമായി പറഞ്ഞ എന്നിട്ടും അത് പറഞ്ഞു, ഖാല ഫഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കണം, വഅനമാക്കും മിനശ് ശാഹിദീൻ, ഞാനും നിങ്ങളെ കൂട്ടത്തിൽ സാക്ഷ്യം. അള്ളാഹും അമ്പിയാക്കന്മാരും തമ്മിലുള്ള സാക്ഷ്യ കരാറായിരുന്നു അത്. വളരെ സുപ്രധാനമാണ്. ആ കരാർ ലംഘിച്ചത് കൊണ്ടല്ലേ എല്ലാ പ്രശ്നവും ഉണ്ടായത്. ഈ കരാർ ലംഘിച്ചത് കൊണ്ടാണ് യഹൂദ മതം ഉണ്ടായത്, ക്രിസ്തീയ മതം ഉണ്ടായത്, ലോകത്ത് മതങ്ങൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരൊറ്റ ദീനല്ലേ ഉണ്ടാകേണ്ടത്, ഒരല്ലാഹു. ആ അള്ളാഹു അംഗീകരിച്ച ഒരു ദീനാണല്ലോ ലോകത്തുണ്ടാകുന്നത്. എല്ലാ അമ്പിയാക്കന്മാരെയും ആ അള്ളാഹു തആല അയച്ചതാണ്. ലോകത്ത് വിവിധ മതങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്?
ആ പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശത്തെ പിൽക്കാലത്ത് വന്ന പുരോഹിതന്മാരും ആളുകളും അടുത്ത പ്രവാചകനെ അംഗീകരിക്കാതെ ഇസ്ലാമാകുന്ന കണ്ണിയിൽ ചേരാതെ വേറിട്ട് നിന്ന് വിവിധ മതങ്ങൾ ഉണ്ടാക്കി തീർത്തതാണ്. യഹൂദ മതം എങ്ങനെ രൂപപ്പെട്ടു? അവര് പിന്നീട് വന്ന ഈസാ നബി അലൈഹി സ്വലാമിനെയും മറ്റും അംഗീകരിച്ചില്ല. അതേ തെറ്റ് തന്നെ പിന്നീട് അവരും ആവർത്തിച്ചു. യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ചിരുന്നവർ ഈസാ നബിയിൽ വിശ്വസിച്ചവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ വിവിധ മതങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇതിനു മുമ്പും ഉണ്ടായതാണ്. ചില സനാതന ധർമ്മങ്ങളുടെ പേരൊക്കെ പറയുന്ന ആളുകൾ ഇതേപോലെ പ്രവാചകന്മാരെ പിന്നീട് അംഗീകരിക്കാതെ വേർതിരിഞ്ഞു പോയതാണ്. അമ്പിയാക്കന്മാർ മതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അമ്പിയാക്കന്മാർ അള്ളാഹു അവരുമായി എടുത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രവാചകനെ അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത്. പല പ്രവാചകന്മാരും ഒരേ സമയത്ത് ഉണ്ടായിട്ടില്ലേ? മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമും ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലൈഹി സ്വലാമും. അതേപോലെ അമ്പിയാക്കന്മാർ അവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോലടിച്ചിട്ടില്ല. അവരൊക്കെ ഒരേ ആശയത്തിന് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുത്തവരായിരുന്നു. അപ്പൊ ഇസ്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ അമ്പിയാക്കന്മാരും ഒരേ ദീനാണ് പഠിപ്പിച്ചത്. ആ അമ്പിയാക്കന്മാരാ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്ത തങ്ങളുടെ വേദത്തെ സത്യപ്പെടുത്തുക. തങ്ങളുടെ വേദത്തെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ആ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പ്രവാചകൻ വരുന്നു. ആ പ്രവാചകനെ അംഗീകരിക്കുമ്പോഴേ ആ വേദത്തിൽ പറഞ്ഞ കാര്യം സത്യമായി തീരുള്ളൂ. രണ്ട് രീതിയിൽ അതിന് വിശദീകരിക്കാറുണ്ട്. ഒന്ന്, തങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥത്തിലെ കാര്യങ്ങൾ അതേപോലെ സത്യപ്പെടുത്തി വരുന്ന പ്രവാചകന്മാരാണ്. തിരുത്താത്ത അള്ളാഹു പഠിപ്പിച്ച ദീൻ എന്താണോ അതിനെ സത്യപ്പെടുത്തിയിട്ടായിരിക്കും ആ പ്രവാചകന്മാർ വരുന്നത്. രണ്ടാമത്, ഇങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്ന ആ വേദഗ്രന്ഥത്തിലുണ്ട്. ആ പ്രവാചകൻ വന്നെങ്കിലല്ലേ ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യം സത്യമായി തീരുള്ളൂ. ഞാൻ പറയുന്നത് നല്ല മനസ്സിലാക്കണത്. ഇപ്പൊ തൗറാത്ത് ഇഞ്ചിയിൽ സത്യമായി തീരണമെങ്കിൽ, തൗറാത്ത് സത്യമായി തീരണമെങ്കിൽ ആ തൗറാത്തിലും ഇഞ്ചിയിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു നബി വന്നെങ്കിലല്ലേ തൗറാത്ത് പറഞ്ഞേ സത്യാവുള്ളൂ. അങ്ങനെ ഒരു നബി വന്നെങ്കിലല്ലേ ഇഞ്ചിയിൽ പറഞ്ഞേ സത്യാവുള്ളൂ. അഥവാ ഇഞ്ചിയിലും തൗറാത്തിലും പറഞ്ഞ പരാമർശങ്ങൾ സത്യമാക്കി തീർത്തുകൊണ്ട് കടന്നു വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. പകരം ഇത് ഈ മുൻകാല പ്രവാചകന്മാരെ ഇസ്ലാം എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നില്ല. ഓരോ പ്രവാചകന്മാരുടെയും മഹത്വത്തെ അങ്ങനെ ഏറെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരെയും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരിലും പിന്നീട് വരുന്ന പ്രവാചകനെ അംഗീകരിക്കണമെന്ന് അള്ളാഹു അവരിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് മാത്രം അത്തരം ഒരു കരാറ് വാങ്ങിയിട്ടില്ല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അന്ത്യപ്രവാചകനാണ്, പ്രവാചകന്മാരിൽ അന്തിമനാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് മാത്രം അത്തരം ഒരു കരാറ് വാങ്ങിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ലൗകാന മൂസ വഈസ ഹയ്യൈനി ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്, മൂസാ നബി അലൈഹിസ്സലാമും അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ അനുഗമിക്കുകയല്ലാതെ, എന്നെ ഇത്തിബാഅ് ചെയ്യുകയല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവാചകനായി വരുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ജീവിച്ചിരിക്കുന്നെങ്കിൽ, അവർ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണെങ്കിൽ പോലും ആ മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിക്കേണ്ടിയിരുന്നു. കാരണം പിന്നീട് വന്ന പ്രവാചകനെ അംഗീകരിക്കണമെന്ന് അല്ലാഹു തആല അവരിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരു കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവസാന നാൾ വരേക്കുള്ള മുഴുവൻ ജനതക്കുമുള്ള പ്രവാചകനാണ്. ഇതാണ് ഈ ആയത്ത് വളരെ കൃത്യമായി. ഇത് ശരിക്കും വളരെ ആശയമാണ്, വളരെ പ്രധാനപ്പെട്ട ആശയം. ഇത് ഈസാ നബി പിന്നീട് വരെ എന്തൊക്കെ ചെയ്തത്, ഓരോരുത്തരും തങ്ങളുടെ പ്രവാചകനെ ചേർത്തുകൊണ്ട് ഇനി ഒരു തൗറാത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ പറഞ്ഞത്. തൗറാത്തിലും ഇൻജീലിലും ഒക്കെ ധാരാളം പരാമർശങ്ങളുണ്ട്. ഇനി ഇവരെന്താ ചെയ്തത്? അവസാനം ആ പ്രവാചകനുമായി ബന്ധപ്പെടുത്തി ഒരു മതരൂപീകരണം നടത്തി. ആ പ്രവാചകന്മാരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. വളരെ ദുഃഖകരമായ കാര്യം. അവസാനം താങ്കൾ സൂറത്ത് മാഇദയിൽ ഈസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല ചോദിക്കുന്നുണ്ടല്ലോ. ചോദിക്കുമ്പോൾ ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇബ്നു മറിയമ അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അല്ലാഹു ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കും, അല്ലാഹുവെ വിട്ട് എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കുവിൻ എന്ന് നീ നിന്റെ ജനങ്ങളോട് പറഞ്ഞോ?
ഖാല ഈസാ നബി അലൈഹി സ്വലാം പറയും സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്ഖിൻ ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതുഹു തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് പറയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ അവരോട് പറയാവതല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അറിഞ്ഞിരിക്കൂലേ. എന്റെ ഉള്ളിലുള്ളത് നീ അറിയും, എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് പോലും നന്നായി അറിയുന്നവൻ. എന്നിട്ട് മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബി, നീ എന്നോട് കൽപ്പിച്ചതല്ലാത്ത ഒന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബി അൻ അഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബുക്കും, ഞാൻ അവരോട് പറഞ്ഞ എന്റെ നാഥനായ നിങ്ങളുടെ നാഥനായ അള്ളാഹുവെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്നാണ്. വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന കാലത്തോളം അവരുടെ എല്ലാ കാര്യത്തിനും നീ സാക്ഷിയായിരുന്നില്ലേ. ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, അവരൊന്നും ഇത് പറഞ്ഞിട്ടില്ല. തങ്ങളുടെ അടുത്ത പ്രവാചകനെ അംഗീകരിക്കണ്ടെന്നോ എന്നെ ഇലാഹാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ മതങ്ങൾ ഉണ്ടാക്കിയത് അല്ലാഹുവിന്റെ യഥാർത്ഥ ദീനിൽ നിന്ന് തെറ്റിപ്പോയവരാണ് എന്ന് കൃത്യമായി തന്നെ വിശദീകരിക്കുന്നു. 82-ാമത്തെ ആയത്ത് നോക്കിയേ. വമൻ തവല്ലാ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. വമൻ തവല്ലാ, ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ, ബഅദ ദാലിക, അതിന് ശേഷം, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് അധർമ്മകാരികൾ. നേരത്തെ പറഞ്ഞതിനോട് ചേർത്തുള്ള വമൻ തവല്ലാ, ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, ബഅദ ദാലിക, അതിന് ശേഷം, അങ്ങനെ ഒരു കരാറ് എടുത്തതിന് ശേഷം ആ കരാറിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരൊക്കെ അധർമ്മകാരികളാണ്. അമ്പിയാക്കന്മാർ ഒരിക്കലും അങ്ങനെ അധർമ്മകാരികളാവൂല. അമ്പിയാക്കന്മാരെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. ആ അമ്പിയാക്കന്മാരെ സന്ദേശം ഉൾക്കൊണ്ട ആളുകൾ അടുത്ത പ്രവാചകന്മാരെ അംഗീകരിക്കാതിരുന്നാൽ അവര് ഫാസിഖീങ്ങളാണ്. അമ്പിയാക്കന്മാരെല്ലാരും അംഗീകരിക്കും. അമ്പിയാക്കന്മാർ ഒരിക്കലും അള്ളാഹനെ ധിക്കരിക്കില്ല, അവര് ഫാസിഖീങ്ങളാവൂല. പകരം ആ അമ്പിയാക്കന്മാരുടെ അനുയായികളായിട്ട് വന്ന ആളുകൾ, അമ്പിയാക്കന്മാർ അവരോട് പഠിപ്പിച്ചിരുന്നു, ഇനി ഒരു പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ അംഗീകരിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നല്ലോ. പക്ഷെ പിന്നീട് ഒരു പ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകനെ അംഗീകരിക്കാതിരുന്നാൽ, അതിൽ നിന്ന് ആ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ അധർമ്മകാരികളാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര അധർമ്മല്ലേ ചെയ്യുന്നത്. കാരണം തങ്ങളുടെ അല്ലാഹു തആല ഒരു പ്രവാചകൻ അംഗീകരിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. പകരം ഇവര് സ്വന്തമായി ഞങ്ങളുടെ പൂർവ്വ പ്രവാചകന്മാരെ വിഗ്രഹങ്ങളും ആരാധ്യന്മാരും ആക്കി മാറ്റുകയല്ലേ ചെയ്തത്. അങ്ങനെ ചെയ്താൽ ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു അധർമ്മകാരികൾ. ഒരായത്ത് കൂടി എടുക്കാം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. വളരെ സുപ്രധാനമായ ഒരു ആയത്താണ്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ. അഫഗൈറ, ആ ചോദ്യമാണ്. ഫ അപ്പോൾ എന്നുള്ളതാണ്. ഗൈറ അല്ലാത്തത്. അഫഗൈറ അപ്പോൾ അല്ലാത്തതാണോ, ദീനില്ല അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥ അല്ലാത്തതാണോ യബ്ഗൂൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഒന്നിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഫഗൈറ അപ്പോൾ അല്ലാത്തതാണോ, ദീനില്ല അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥ അല്ലാത്തതിനെയാണോ യബ്ഗൂൻ അവർ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ വ്യവസ്ഥ അല്ലാത്ത മറ്റൊരു വ്യവസ്ഥയെയാണോ? വലഹു അവനായിരിക്കെ, വലഹു അവന് ആയിരിക്കെ, വാവ് ഹാലിയായ വാവാണ്, ആ അവസ്ഥയെ പറയാണ്. അസ്ലമ കീഴ്പ്പെട്ടിരിക്കുന്നു, മംഫിസ് സമാവാത്തി അവന് കീഴ്പ്പെട്ടിരിക്കുന്നതായിരിക്കെ, മംഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളവർ, വല്ലർദി ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരൊക്കെ കീഴ്പ്പെട്ടിരിക്കെ, അവന് കീഴ്പ്പെട്ടിരിക്കെ, തൗഅൻ സ്വയം സന്നദ്ധമായി, സ്വമേധയ, അനുസരണയോടെ, ഇഷ്ടത്തോടെ, ഉദ്ദേശത്തോടെ, വകർഹൻ നിർബന്ധിതമായോ സ്വമേധയായോ ആകാശത്തിലും ഭൂമിയിലുള്ളവരൊക്കെ അവന് കീഴ്പ്പെട്ടവരാണെന്നിരിക്കെ, മാത്രമല്ല ഇലൈഹി അവങ്കലേക്ക് യുർജഊൻ അവർ മടക്കപ്പെടുകയും ചെയ്യും എന്നിരിക്കെ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനിനെയാണോ അവരാഗ്രഹിക്കുന്നത് എന്നർത്ഥം. ഒന്നുകൂടി പറയാം. അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ല ദീനിനെയുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റേതെങ്കിലും ദീനിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ല, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും, ആകാശങ്ങളിലും
ഭൂമിയിലുള്ളതും ആയ എല്ലാം സ്വമേധയായോ നിർബന്ധിതമായോ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കെ, മാത്രല്ല അള്ളാഹുവിലേക്ക് മടങ്ങാനിരിക്കെ, എല്ലാവരുടെയും തിരിച്ചുപോക്ക് അള്ളാഹുവിങ്കിലേക്കാണെന്നിരിക്കെ, ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനാണോ അവരാഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥയെ ഉദ്ദേശിച്ചാണ്. അള്ളാഹു താല ഒരു ജീവിതക്രമം, ഒരു ജീവിത വ്യവസ്ഥ സമർപ്പിച്ചിരിക്കുന്നു. ആ ജീവിത വ്യവസ്ഥക്ക് പകരം അള്ളാഹു അല്ലാത്തവരുടെ ജീവിത വ്യവസ്ഥയും സിദ്ധാന്തവും ആശയവുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ ഈ മനുഷ്യൻ ആലോചിച്ചുകൂടെ? ഒരർത്ഥത്തിൽ അവൻ നിർബന്ധിതമായോ അല്ലെങ്കിൽ സ്വമേധയോ ഈ അള്ളാഹുവിന്, അവനടക്കമുള്ള പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ തൗഅൻ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവ്വം. ഇപ്പൊ ഒരു അള്ളാഹു താല മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞു. അള്ള മദ്യം കഴിക്കരുത് എന്ന് കൽപ്പിച്ചതിന്റെ പേരിൽ സ്വമേധയാ മദ്യം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അത് തൗആയിട്ട്, അഥവാ അനുസരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ കൽപ്പന സ്വീകരിക്കുന്നു. പക്ഷെ ഒരു നിരീശ്വരവാദിക്ക് വേണമെങ്കിൽ മദ്യം കഴിക്കാം, കാരണം അയാൾക്ക് അള്ളാന്റെ വ്യവസ്ഥ പാലിക്കേണ്ടതില്ല. പക്ഷേ കറുഹായിട്ട് അള്ളാനെ ആ നിരീശ്വരവാദി പോലും, നിർബന്ധിതമായിട്ട് നിരീശ്വരവാദി പോലും അള്ളാനെ അംഗീകരിക്കും. കാരണം ഓക്സിജൻ ശ്വസിക്കണമെന്ന തീരുമാനം എടുത്തത് നമ്മളെ പാർലമെന്റ് പാസ്സാക്കിയതല്ല, നിരീശ്വരവാദി പാസ്സാക്കിയതല്ല. നമ്മളെല്ലാവരും കൂടിയിട്ട് നമുക്ക് ഓക്സിജൻ ശ്വസിക്കാൻ തീരുമാനിച്ചതല്ല. മനുഷ്യർ ശ്വസിക്കേണ്ടത് ഓക്സിജൻ ആണ് എന്ന് തീരുമാനിച്ചത് അള്ളാഹുവാണ്. അള്ളാന്റെ ആ തീരുമാനം എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ ഒരു നിരീശ്വരവാദിക്ക് പറ്റൂല. നിർബന്ധിതമായി അള്ളാന്റെ തീരുമാനം അയാൾ സ്വീകരിച്ചേ പറ്റൂ. വായ കൊണ്ട് കുടിക്കണം, മദ്യമാണെങ്കിൽ പോലും അത് വായ കൊണ്ട് കുടിക്കണം എന്ന് തീരുമാനിച്ചത് അള്ളാഹുവാണ്. നിർബന്ധിതമായി അത് സ്വീകരിച്ചേ പറ്റൂ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തൗആയിട്ടും കർഹായിട്ടും അള്ളാഹിന് വിധേയപ്പെടുന്നുണ്ട്. മനുഷ്യർക്ക് മാത്രമാണ് ഈ ഇച്ഛാ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. ചില വിഷയത്തിൽ അള്ളാഹിനെ അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് മനുഷ്യർക്കും ജിന്നുകൾക്കും മാത്രമാണ്. അതേസമയം ബാക്കിയുള്ള ജീവികളൊക്കെ ഒരർത്ഥത്തിൽ അള്ളാഹുവിനെ നിർബന്ധിതമായി അംഗീകരിക്കുന്നവരാണ്. നമ്മളും ചില വിഷയത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോ പ്രപഞ്ചത്തിലെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളങ്ങളും കോടാനുകോടി ഗോളങ്ങളൊക്കെ പൂർണ്ണമായും അള്ളാഹുവിനെ അംഗീകരിച്ച് ഇസ്ലാമായും കീഴ്പ്പെട്ട് മുസ്ലിമായി ജീവിക്കുന്നവരാണ്. നമ്മളെ പോലെ അള്ളാഹുവിന്റെ വ്യവസ്ഥയെ ധിക്കരിക്കാൻ സൂര്യന് കഴിയില്ല. ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലു ഫീ ഫലക്കി യസ്ബഹൂൻ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനോ ചന്ദ്രന് സൂര്യനെ പ്രാപിക്കാനോ രാവും പകലും മറികടക്കാനോ ഒന്നും കഴിയില്ല. എല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ അള്ളാഹ് നിശ്ചയിച്ച പോലെ തന്നെ ആ ഭീമാകാരങ്ങളായ ഗോളങ്ങൾക്ക് ചലിക്കാൻ പറ്റുള്ളൂ. ഓരോ ജീവിക്കും, ഒരു സിംഹത്തിന് ആ കാട്ടിലെ പഴങ്ങളും കാട്ടിലെ പച്ചിലകളും തിന്നാൻ കഴിയില്ല. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തിരുന്ന അതിന് മാംസമാണ്. ആനക്ക് നല്ല മാംസാഹാരം കഴിക്കാൻ കഴിയില്ല, അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവികളെന്നല്ല, സസ്യങ്ങളും വസ്തുക്കളൊക്കെ പരിപൂർണമായും അള്ളാഹുവിന് കീഴ്പ്പെടുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ആകാശത്തിലും മണ്ണിലുമുള്ള ജീവികളൊക്കെയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. മലക്കുകൾ പോലും തൻപോരിമ നടിക്കാതെ അവന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ അള്ളാഹ്ക്ക് വിധേയപ്പെടുകയാണ്. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരൊക്കെയും തങ്ങളുടെ മീതെയുള്ള നാഥനെ ഭയപ്പെടുന്നു, കൽപ്പിക്കുന്നതൊക്കെയും അവർ പ്രാവർത്തികമാക്കുന്നു. അള്ളാഹ് ഈ മനുഷ്യർക്ക് മാത്രമേ അള്ളാഹിനെ ധിക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൂ, ജിന്നുകൾക്കും. ബാക്കിയുള്ളവരൊക്കെ പൂർണ്ണമായി അള്ളാഹിന് വിധേയപ്പെടുകയാണ്. തുസബ്ബിഹു ലഹുസ് സമാവാതു സബഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. സൂറത്ത് ഇസ്രായേൽ. 7 ആകാശങ്ങളും ഭൂമികളും അവയിലുള്ളവയൊക്കെയും അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്ത യാതൊന്നുമില്ല. പക്ഷേ അവരുടെ പ്രകീർത്തനം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും, പക്ഷികളും ജീവജാലങ്ങളും അചേതന വസ്തുക്കൾ വരെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആളുകൾ എല്ലാവരും അള്ളാഹ് കൽപ്പിച്ച കുറേ നിയമവ്യവസ്ഥകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം അള്ളാഹ് തീരുമാനിച്ചതാണ്. ഈ പ്രപഞ്ചത്തിന്റെ തീരുമാനങ്ങൾ അള്ളാഹ് എടുത്തതാണ്. രാവിലെ സൂര്യൻ ഉദിക്കണമെന്ന തീരുമാനം അള്ളാഹ് എടുത്തതാണ്. ഓക്സിജൻ ശ്വസിക്കണമെന്ന തീരുമാനം അള്ളാഹ് എടുത്തതാണ്. ഇതിനൊക്കെ ഈ ദൈവനിഷേധിയായ മനുഷ്യന്മാർ പോലും വിധേയരാണ്. എന്നിരിക്കെ
പിന്നെ അല്ലാത്തവന്റെ വ്യവസ്ഥയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇസ്ലാം നിങ്ങളെ പടച്ചതും നിങ്ങൾക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ചതും അള്ളാഹു തആലയാണെങ്കിൽ പിന്നെ അള്ളാഹിന്റെ ജീവിത വ്യവസ്ഥയല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ ഇതിന് ശേഷം തന്നെ പറയുന്നുണ്ട്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഒരാൾ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ജീവിത വ്യവസ്ഥയെ സ്വീകരിച്ചാൽ അത് സ്വീകാര്യമല്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ദർശനം ജീവിത വ്യവസ്ഥ ഇസ്ലാം മാത്രമാണ്. അപ്പൊ നമ്മുടെ ഇസ്ലാം ആവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ പൂർണ്ണമായും അള്ളാഹ്ക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ ആയത്തിന് നമ്മൾ ഇത് അഹ്ലി കിതാബുകാരോട് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു തആല നിശ്ചയിച്ച ദീനി വ്യവസ്ഥയുമായിട്ട് ഒരു പ്രവാചകൻ കടന്നു വരുമ്പോൾ ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ആ പ്രവാചകനെ അംഗീകരിക്കണ്ടേ? പകരം നിങ്ങളുടെ പുരോഹിതന്മാരുണ്ടാക്കി തീർത്ത ജീവിത വ്യവസ്ഥയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? നിങ്ങൾ ഒരർത്ഥത്തിൽ പരിപൂർണമായോ ഭാഗികമായോ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരല്ലേ? മാത്രല്ല, ഇനി ജീവിതാവസ്ഥ ഒക്കെ ഉണ്ട്, നാളെ ഒരു പരലോകമില്ല എന്ന് വിചാരിച്ചാലോ? നാളെ ഒരു പരലോകമില്ലെങ്കിലോ? നാളെ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങല്ലേ? നാളെ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലല്ലേ? അള്ളാഹിനോട് കണക്ക് ബോധിപ്പിക്കണ്ടേ? നിങ്ങൾ എത്ര കൊലകൊമ്പനാണെങ്കിലും ശരി, റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങാൻ വൈലേഹി യുർജഊൻ, അവരൊക്കെ അള്ളാഹിന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലണം. എന്നിരിക്കെ അള്ളാഹുവിൻ്റെതല്ലാത്തൊരു ദീൻ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത ദീനും ഇസ്ലാമായിരിക്കണം. നമ്മുടെ കുടുംബ വ്യവസ്ഥ ഇസ്ലാമായിരിക്കണം, സാമൂഹ്യ വ്യവസ്ഥ ഇസ്ലാമായിരിക്കണം, രാഷ്ട്രീയ വ്യവസ്ഥ ഇസ്ലാമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളും അള്ളാഹുവിന്റെ ദീനായിട്ട് സ്വീകരിക്കണം. അതല്ലാത്ത മറ്റൊരു വ്യവസ്ഥക്കും പ്രസക്തിയില്ല. കാരണം അള്ളൊരു വ്യവസ്ഥ തന്നിരിക്കുക, അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആലോചിച്ചോക്കെ, അള്ളാഹു ഒരു സാമ്പത്തിക വ്യവസ്ഥ തന്നാൽ അതിനെ അതിജീവിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ ഒരു കാറൽ മാർക്സിനും ഉണ്ടാക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് അവസാനം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സ്ഥാപിച്ച സക്കാത്ത് അടിസ്ഥാനത്തിലുള്ള, സദക്കയുടെ അടിസ്ഥാനത്തിലുള്ള പലിശ വിരുദ്ധമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ആധുനിക ലോകത്ത് പോലും പ്രസക്തമാകുന്നത്. ഇസ്ലാം പറഞ്ഞ ഒരു ധാർമ്മിക വ്യവസ്ഥ ഇന്നും പ്രസക്തമാകുന്നത്, ഇസ്ലാം പറഞ്ഞ ഒരു കുടുംബ വ്യവസ്ഥയ്ക്ക് ഇന്നും പ്രസക്തി വരുന്നത്. അള്ളാഹു അല്ലാത്തവരുടെ വ്യവസ്ഥ നിങ്ങൾ എന്തർത്ഥത്തിൽ സ്വീകരിക്കുന്നു? നിങ്ങൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ, സ്വമേധയ അല്ലെങ്കിൽ നിർബന്ധിതമായി, നിങ്ങളും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെന്നിരിക്കെ പിന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വിഷയത്തിൽ അള്ളാഹിന്റെ ദീനിനെ മാറ്റി മറ്റൊരു വ്യവസ്ഥ നിങ്ങൾ എന്തർത്ഥത്തിൽ സ്വീകരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ കൃത്യമായി ചോദിക്കുന്നത്. അപ്പൊ ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അതിൻ്റെതായ ഒരു സ്വഭാവത്തോടു കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോ ഈ ഇതര മതങ്ങളുമായുള്ള സംവാദങ്ങളിൽ, ചർച്ചകളിൽ നമുക്ക് കൃത്യമായി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കടന്നു വന്നത് മുൻകാല പ്രവാചകന്മാരായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ്. ഇസ്ലാം ആ പ്രവാചകന്മാരൊക്കെ മഹാന്മാരായ പ്രവാചകന്മാരായിട്ടാണ് അംഗീകരിക്കുന്നത്. പക്ഷെ ആ പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത്, ആ പ്രവാചകന്മാർ ലോകത്തോട് പഠിപ്പിച്ചൊരു സന്ദേശം ഇനി വരുന്ന പ്രവാചകനെ അംഗീകരിക്കണമെന്നതായിരുന്നു. പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു പ്രവാചകന്മാരുമായിട്ട് നിങ്ങളുടെ പുരോഹിതന്മാരുണ്ടാക്കിയ ഒരു പ്രത്യേക മതമായി രൂപപ്പെട്ടു പോയി. അതല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരെയും കണ്ണി ചേർത്തുകൊണ്ട് ഒരൊറ്റ ദീനേ ഈ ലോകത്തുണ്ടാകുമായിരുന്നുള്ളൂ. പകരം ഈ ദീനിനെ കൈപിടിച്ച് നിങ്ങൾ ും പാതിരിമാരും നേതാക്കന്മാരും അതേപോലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാക്കിയ വ്യവസ്ഥയെ സ്വീകരിക്കുന്നതിൽ യഥാർത്ഥ വ്യവസ്ഥകൾ മുഴുവൻ ഉണ്ടാക്കിയത് അല്ലല്ലേ? ഈ പ്രപഞ്ചത്തിന്റെ സകല വ്യവസ്ഥകളും ഉണ്ടാക്കിയ റബ്ബിന്റെ ദീനി വ്യവസ്ഥക്ക് അപ്പുറം മറ്റൊരു വ്യവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഇതൊക്കെ കഴിഞ്ഞാലും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. നാളെ റബ്ബിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ആളുകളല്ലേ? വൈലൈഹി യുർജഊൻ, അവങ്കലേക്കല്ലേ നിങ്ങൾ മടങ്ങേണ്ടത്? അവന്റെ മുമ്പിൽ നിങ്ങളുടെ ജീവിതം അവന്റെ മാർഗത്തിൽ സമർപ്പിച്ചോ എന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ആളുകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തുകൾ ഉണ്ടാക്കുന്നത്. വളരെ പ്രസക്തമായ ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്തുകളാണ്. ചെറിയ ഹരിബറി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വിഷയം നിങ്ങൾ യൂട്യൂബിൽ വരും വിചാരിക്കുന്നു. അതിലൂടെയൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل القرآن لقلوبنا ضياء ولأبصارنا جلاء ولأسقامنا دواء ولذنوبنا ممحصا وعن النار مخلصا. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.